നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വേറൊന്നുമല്ല, തുടക്കക്കാരെങ്ങനെ കാർ ഓടിച്ച് തുടങ്ങാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പൊ തുടക്കം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെ രീതിയിൽ ഓടിക്കണം, റോഡിലൂടെ എങ്ങനെ നമുക്ക് പോകേണ്ടത്, ഏതൊക്കെ രീതിയിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണണമെങ്കിൽ അല്ലെങ്കിൽ ഈ ചാനൽ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ കയറിയിരിക്കുമ്പോൾ നമ്മൾ ശരിയാക്കേണ്ടത് സീറ്റാണ്. ഓക്കെ, ഇതിനുള്ളിലേക്ക് കയറി ഇരുന്ന് നമ്മൾ ശരിയാക്കേണ്ടത് സീറ്റാണ്. അപ്പൊ സീറ്റിലേക്ക് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത് ഞാൻ ആദ്യം പറയാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യാം. പരിചയപ്പെടുത്താൻ പോകുന്ന ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ, ഇങ്ങനെ 3 കാര്യങ്ങളാണ്. ഓക്കെ, ഇതാദ്യം മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ഓക്കെ, ഈ ഒന്നാമത്തെയാണ് ഈ ക്ലച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ക്ലച്ച്. ഓക്കെ, രണ്ടാമത്തെയാണ് ബ്രേക്ക് എന്ന് പറയുന്നത്. മൂന്നാമത്തെ എന്താണ്, ആക്സിലേറ്റർ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇടത്തെ കാല് എപ്പോഴും ക്ലച്ചിന്റെ ഭാഗത്തായിട്ട് വേണം. ഓക്കെ, ഈ കാലെടുത്തിട്ട്, അതായത് ഇടത്തെ കാലെടുത്തിട്ട് ഒരിക്കലും നമ്മളെ ബ്രേക്കിന്റെ മുകളിലേക്ക് പോകരുത്, ഇങ്ങനെ പോകരുത്. ഇത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. എപ്പോഴും ഈ ക്ലച്ചിന്റെ മുകളിൽ ഈ കാലുണ്ടായിരിക്കണം. അഥവാ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ക്ലച്ചിന്റെ മുകളിൽ വയ്ക്കുക, അതിന് കഴിഞ്ഞ് എന്ത് ചെയ്യുക, താഴത്ത് ഇറക്കി വെക്കുക. പക്ഷേ ഈ കാലെടുത്തിട്ട് ഒരിക്കലും ബ്രേക്ക് പെടലോ അല്ലെങ്കിൽ ആക്സിലേറ്ററിന്റെ അവിടേക്ക് പോകാൻ പാടില്ല. ക്ലിയർ ആണല്ലോ? അതിനുശേഷം ഞാൻ പറയാൻ പോകുന്നത് നമ്മളെ ബ്രേക്കിനെ പറ്റിയിട്ടാണ്. ഓക്കെ, നമ്മളെപ്പോഴും ബ്രേക്ക്, ആക്സിലേറ്റർ ഈ വലത്തെ കാല് കൊണ്ടാണ് ചവിട്ടേണ്ടത്. രണ്ടും ഒരേപോലെ, അല്ലെങ്കിൽ വലത്തെ കാല് കൊണ്ടായിരിക്കണം രണ്ടും ചവിട്ടേണ്ടത്. എങ്ങനെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മളെ ബ്രേക്കിൻ്റെ മുകളിൽ ആയിട്ട് അല്ലെങ്കിൽ ബ്രേക്കിൻ്റെ ഭാഗത്തായിട്ട് കാല് വെക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ആവശ്യമുള്ളപ്പോൾ ബ്രേക്ക് ചവിട്ടുക. അതിനുശേഷം എന്ത് ചെയ്യുക, ആക്സിലേറ്ററിലോട്ട് ഇങ്ങനെ പോവാം. ഓക്കെ, ഇങ്ങനെ മാത്രമേ പോകാൻ പാടുള്ളൂ. അല്ലാതെ ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ഇങ്ങനെ ആക്സിലേറ്ററിൽ കാല് വെക്കാൻ പാടില്ല. ഇങ്ങനെ എടുത്ത് വെക്കേണ്ട, ഒരിക്കലും ഇങ്ങനെ എടുത്ത് വെക്കരുത്. എപ്പോഴും ബ്രേക്കിൻ്റെ ഭാഗത്ത് കാല് വെക്കുക. അതിനുശേഷം വി ഷേപ്പിൽ എന്ത് ചെയ്യുക, ആക്സിലേറ്ററും ബ്രേക്കും ഇങ്ങനെ മാറി മാറി ചവിട്ടുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇടത്തെ കാലം എപ്പോഴും ക്ലച്ചിൻ്റെ അവിടെ വേണം. അതേപോലെ തന്നെ വലത്തെ കാലാണ് ബ്രേക്കും ആക്സിലേറ്ററും മാറി മാറി ചവിട്ടേണ്ടത്. ക്ലച്ചിൻ്റെ കാര്യം പറഞ്ഞു. ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ അല്ലെങ്കിൽ ABC എന്ന് പറയുന്ന സംഭവമാണ്. ഓക്കെ, ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ABC കിട്ടും. CBA എന്ന് പറയുന്നത് ഒരു ഓർഡറിലാണ് ഉള്ളത്. ഓക്കെ ആണല്ലോ? ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകും. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണ ഓരോ വണ്ടിക്കും ഓരോ രീതിക്കാണ്. എങ്ങനെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. അഥവാ നമ്മളൊരു ഫ്രീ ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന രീതിയിലും, അതേപോലെ തന്നെ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടാൻ കഴിയണം. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചവിട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് എന്ത് ചെയ്യുക, നമ്മളെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. അതേപോലെ മുട്ട് ഇതിലേക്ക് വന്ന് ഇടിക്കാനും പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റ് ക്ലച്ച് ചവിട്ടാൻ പറ്റും എന്ന് നമ്മളെ കംഫേർട്ടിന് എന്ത് ചെയ്യുക, കംഫേർട്ടിനനുസരിച്ച് എന്ത് ചെയ്യുക, സീറ്റ് സെറ്റ് ചെയ്യുക. അത് ഓരോരുത്തർക്കും ഓരോ രീതിക്കാണ്. നമ്മൾ ഹൈറ്റ് കൂടുക അല്ലെങ്കിൽ ഹൈറ്റ് കുറഞ്ഞവർക്കൊക്കെ ഓരോ രീതിക്കാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത്. കാരണം അവർക്ക് ക്ലച്ച് ചവിട്ടാൻ പറ്റണം. ഓക്കെ, ആ രീതിക്ക് എന്ത് ചെയ്യുക, ഇത് സെറ്റ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് അത് ചെയ്യാം. ക്ലിയർ ആണല്ലോ? സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് 3 മിറേഴ്സ് ഉണ്ട്. ഓക്കെ, നമ്മളെ ലെഫ്റ്റിലൊരു മിറേഴ്സ് ഉണ്ട്, റൈറ്റിലൊരു മിറേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ടോപ്പിലൊരു മിറർ ഉണ്ട്. ഈ 3 മിറർ എന്ത് ചെയ്യുക, ഒന്ന് ശരിയാക്കി അല്ലെങ്കിൽ കറക്റ്റ് പൊസിഷൻ ആക്കി വെക്കുക. ഓക്കെ, നമുക്ക് കറക്റ്റ് ബാക്കിലോട്ട് കാണുന്ന രീതിയിൽ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബാക്ക് സൈഡിൽ നിന്നാണ് ബാക്കിക്ക് ഫുള്ളായിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്ന രീതിയിൽ എന്ത് ചെയ്യുക, 2 സൈഡും എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ടോപ്പത്തെ കണ്ണാടി എങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിലത്തെ ഗ്ലാസ്സിലൂടെ നമുക്ക് കറക്റ്റായിട്ട് ബാക്കിൽ വരുന്ന വാഹനങ്ങൾ കാണുന്ന രീതിയിൽ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. ഈ 3 കാര്യങ്ങളും ചെയ്യുക, അല്ലെങ്കിൽ 3 മിറേഴ്സ് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് സീറ്റ് ബെൽറ്റ് ആണ്. ഓക്കെ, സീറ്റ് ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരിക്കും ഈ ക്ലിപ്പ്. ഈ ക്ലിപ്പാണിത്. നേരെ വന്നിട്ട് എന്ത് ചെയ്യുക, ഈ ക്ലിപ്പിലോട്ട് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സീറ്റ് ബെൽറ്റ് ആയി. ക്ലിയർ ആയാലോ? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു, മിറേഴ്സ് നോക്കി, മിറേഴ്സ് ക്ലിയർ ആക്കി വെച്ചു. അതിനുശേഷം എന്ത് ചെയ്തു, സീറ്റ് ബെൽറ്റ് ഇട്ടു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ ഗിയറിലോട്ടാണ് പോകുന്നത്. ഓക്കെ, ഗിയറിലോട്ടാണ്. അപ്പോൾ ഗിയറിലോട്ട് നമുക്ക് ഇതിലിപ്പോൾ ഉള്ളത് മൊത്തം 5 ഗിയറാണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, അതേപോലെ തന്നെ റിവേഴ്സ്. 5 ഗിയറാണ്. നമുക്ക് ആ ഗിയറുകളൊന്ന് ആദ്യം പരിചയപ്പെടാം. അപ്പോൾ ഞാൻ ഈ ഗിയർ ഇടുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, ഗിയർ മാറ്റണമെങ്കിൽ നമുക്ക് ക്ലച്ച് ചവിട്ടിയിരിക്കണം.
ഓക്കെ, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിയിരിക്കണം. അപ്പോൾ ഞാൻ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി. അതിനുശേഷം ഞാൻ ഓരോ ഗിയർ പറഞ്ഞുതരാം. ഫസ്റ്റ് ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ചാരിയിട്ട്, അഥവാ ഫസ്റ്റ് ഗിയർ പറയുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയണം, ന്യൂട്രൽ പൊസിഷൻ പറയണം. എല്ലാ ഗിയറിന്റെയും സെൻട്രൽ പൊസിഷനാണ് ഈ ന്യൂട്രൽ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ ഗിയറിന്റെയും സെൻട്രൽ പൊസിഷൻ, അഥവാ ലിവർ, അഥവാ ഗിയറിന്റെ ലിവർ ഇങ്ങനെ ഇളകും, ഫ്രീ ആയിട്ട് എന്ത് ചെയ്യും, ഇളകും. ഇങ്ങനെ ഫ്രീ ആയി ഇളകുന്ന ഇതാണ് എന്ത്, നമ്മുടെ ന്യൂട്രൽ പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റിലോട്ട് ഇടുകയാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് നല്ലോണം ചാരിയിട്ട് മേലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ആയി. ക്ലിയർ ആയല്ലോ? നല്ലോണം ചാരിയിട്ട് മേലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ആയി. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചാരിയിട്ട് തന്നെ വരണം. ഓക്കെ, ചാരാതെ ഇടരുത്, ഒരിക്കലും ചാരാതെ ഇടരുത്. സെക്കൻഡ് പൊസിഷനിലേക്ക് ഇടുന്നത് ഒന്ന് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ന്യൂട്രലിലേക്ക് വരിക. ഓക്കെ, ഇപ്പൊ ന്യൂട്രലാണ് കിടക്കുന്നത്, ഒന്ന് ചാരിയ താഴത്തേക്ക് ഇടുക. സെക്കൻഡായി. ക്ലിയർ ആയല്ലോ? ഇനി തേർഡിലോട്ട് നമ്മൾ ഇടാൻ പോവാണ്. തേർഡിലോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ന്യൂട്രലിലേക്ക് വന്നിട്ട് മേലേക്ക് തട്ടണം. ഓക്കെ, പലപ്പോഴും ഇങ്ങോട്ട് മാറ്റി പിടിച്ചൊരു ഇടലുണ്ട് എല്ലാവരും. അങ്ങനെ ഇടരുത്. എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ചാരിട്ട് തന്നെ പിടിക്കാം, എല്ലാം ന്യൂട്രലിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ഒന്ന് ലൂസാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ തേർഡിന്റെ അടിയിലായിരിക്കും വന്ന് വീഴുന്നത്. മേലേക്ക് തട്ടിക്കഴിഞ്ഞാൽ തേർഡാണ്. ഓക്കെ ആണല്ലോ? അതാ സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്, മെല്ലെ ന്യൂട്രലിലേക്ക് വരിക, ഒന്ന് മേലേക്ക് തട്ടിയ തേർഡായി. ഫോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ന്യൂട്രലിലോട്ട് വരിക, അതിനുശേഷം എല്ലാം താഴത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഫോർത്തായി. ക്ലിയർ ആണല്ലോ? ഇനി അതേപോലെ തന്നെ റിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ന്യൂട്രലിലോട്ട് വരിക, നല്ല അങ്ങോട്ട് ചാരിയിട്ട് താഴ്ത്തിക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് റിവേഴ്സായി. ഓക്കെ, പിന്നെ ഞാൻ വീണ്ടും ന്യൂട്രലിലോട്ട് തന്നെ വന്നു. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് വണ്ടി ന്യൂട്രൽ ആണോ എന്ന് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. എല്ലാ ഗിയറിന്റെയും മധ്യഭാഗമാണ് അല്ലെങ്കിൽ സെന്റർ പൊസിഷനാണ് ഈ ന്യൂട്രൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ക്ലച്ചിലും ബ്രേക്കിലും ഒന്ന് സപ്പോർട്ട് കൊടുത്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ കീ നമ്മുടെ അടുത്ത് ഉണ്ട്, കീ ഉണ്ട്. ഈ കീ ഇടുന്ന സ്ഥലത്ത് പോയിട്ട് ഇട്ടിട്ട് എന്ത് ചെയ്യാ, വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, നമുക്ക് ഇനി 3 സ്റ്റെപ്പ് ചെയ്ത പരിപാടി കഴിയും. ഓക്കെ, അപ്പൊ ഞാൻ ക്ലച്ചിലും ബ്രേക്കിലും ചവിട്ടി പിടിച്ചിട്ടുണ്ട്, നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ക്ലച്ചിലും ബ്രേക്കിലും ഓൾറെഡി കാല് വന്നിട്ടുണ്ട്. ഞാൻ ഇടാൻ പോകുന്നത് ഫസ്റ്റ് ഗിയറിലോട്ട് ഇട്ടാണ് കേട്ടോ. ഫസ്റ്റ് ഗിയറിലോട്ട് ഇട്ടാണേ, ചാരിയിട്ട് ഞാൻ മേലേക്ക് ഇട്ട ഫസ്റ്റ് ആയി. ഓക്കെ, ഫസ്റ്റ് ഗിയറിലോട്ട് ഇട്ടു. അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് താത്താണ്. ഹാൻഡ് ബ്രേക്ക് ഗിയർ ഇട്ടതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് താത്താൻ പാടുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കുക. ഒപ്പം ലൈസൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടാവും, ശ്രദ്ധിക്കുക. ഒറ്റയ്ക്ക് വണ്ടി കൊടുത്ത് പോകരുത്. നമുക്കൊന്നും അറിയാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ലൈസൻസ് ഉള്ള ഒരാൾ അല്ലെങ്കിൽ അറിയുന്ന ഒരാൾ എന്തായാലും അപ്പുറത്തെ സീറ്റിൽ ഉണ്ടാവാൻ ശ്രദ്ധിക്കുക. ഒറ്റയ്ക്ക് വണ്ടി എടുക്കാൻ നോക്കരുത്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് കഴിഞ്ഞാൽ പറഞ്ഞു തരാൻ അപ്പുറത്തെ ഒരാൾ ഉണ്ടാകുന്നത് അത്രയും നല്ലതാണ്. പിന്നെ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ഒപ്പം ഒരു ലൈസൻസ് ഉള്ള ആള് നിർബന്ധമാണ്. പിന്നെ ആദ്യം എന്ത് ചെയ്യുക, ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് എപ്പോഴും ഒരു ഒഴിഞ്ഞ ഗ്രൗണ്ടിൽ ആദ്യം നോക്കുക. അതിനുശേഷം ഒഴിഞ്ഞ ചെറിയ റോഡുകളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിഞ്ഞ റോഡുകൾ പഠിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇപ്പോൾ ലൈസൻസുള്ള ഒരാളാണെങ്കിൽ ആളുണ്ടെങ്കിൽ നമുക്ക് റോഡിൽ ഓടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ലേണേഴ്സ് പേപ്പർ ഉണ്ടായാൽ മതി. ലേണേഴ്സ് പേപ്പർ ഉണ്ടെങ്കിൽ നമ്മൾ മെയിൻ റോഡിൽ ഓടിച്ച് പഠിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ കാര്യം പറയുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഗിയറിൽ ഞാൻ ഇട്ടു. എൻ്റെ കാലിപ്പോൾ ക്ലച്ചിൽ ഫുൾ അമർന്നിട്ടുണ്ട്, ബ്രേക്ക് ഞാൻ ഫുള്ള് ചവിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടാണ്. ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. ഞാൻ കയറാൻ പോകുന്നത് വലത്ത് ഭാഗത്തോട്ടാണ്, റോഡിലോട്ടാണ് കയറാൻ പോകുന്നത്. നിങ്ങൾ റോഡ് കാണുന്നുണ്ടായിരിക്കും, റോഡിലോട്ടാണ് കയറാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അവിടേക്ക് കയറാൻ പോവാണ്. സോ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ 2 കണ്ണാടി കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണാടിയിൽ ബാക്കിൽ നിന്ന് വണ്ടികൾ വരുന്നുണ്ടോ നോക്കുക, ശ്രദ്ധിച്ച് നോക്കണം. അതിനുശേഷം വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വണ്ടി എടുക്കുമ്പോൾ എല്ലാവർക്കും മിസ്റ്റേക്ക് വരാറുണ്ട്. പെട്ടെന്ന് ക്ലച്ചിന് കാലെടുത്തിട്ട് ആക്സിലേറ്റർ കൊടുത്ത് പോകുന്ന ഒരു പ്രവണത എല്ലാവരും കാണിക്കാറുണ്ട്. സോ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കക്കാലം പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് പഠിക്കാൻ ശ്രമിക്കുക. എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കറക്റ്റായിട്ട് എങ്ങനെയാണ് ഓടിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ക്ലച്ചിൽ നിന്നും ബ്രേക്കിൽ നിന്നും കാലെടുക്കേണ്ടതെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഞാൻ കാലെടുക്കാൻ വേണ്ടി പോവുകയാണെ. ആദ്യം കാലെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലെടുക്കുക. ഓക്കെ, പതുക്കെ കാലെടുത്ത് ഒരു ഹാഫ് ക്ലച്ച് ആയി കഴിഞ്ഞാൽ വണ്ടിയിൽ നിന്ന് വൈബ്രേഷൻസ് വരൽ തുടങ്ങും, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഒരു ജർക്കിങ് വരൽ തുടത്തുന്നു പറയും. അത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് വണ്ടി പോകാനായി എന്നാണ് ഉദ്ദേശിക്കുന്നത്. വണ്ടി
നമുക്ക് എടുത്ത് മുന്നോട്ട് പോകാനായി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നല്ല ജെർക്കിങ് വരുന്നുണ്ട്, സ്റ്റിയറിംഗിൽ നല്ല വൈബ്രേഷൻസ് വരുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുക, ബ്രേക്കിൽ നിന്ന് മെല്ലെ കാലെടുക്കുക. മെല്ലെ ഞാൻ കാലെടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം വണ്ടി വരുന്നുണ്ട്, നമ്മൾ ഓൾറെഡി നോക്കി വെച്ചതാണ്, വണ്ടിയൊന്നുമില്ല. ഞാൻ എന്നിട്ട് എന്ത് ചെയ്യാം, മെല്ലെ ആക്സിലേറ്ററിന്റെ മുകളിൽ കാല് വെക്കുകയാണ്. അപ്പൊ ഈ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ക്ലച്ച് ചവിട്ടാൻ പാടില്ല. അപ്പോൾ ഞാൻ ആക്സിലേറ്റർ പതുക്കെ കൊടുക്കുക, അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ക്ലച്ച് ഫുള്ളായിട്ട് എടുക്കുക. ഓക്കെ, വണ്ടി ഇത് അങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി ഇൻഡിക്കേറ്റർ ഓഫ് ആയില്ലെങ്കിൽ ഓഫ് ആക്കുക. ഇനി വണ്ടി ഓടിക്കേണ്ട സന്ദർഭം അല്ലെങ്കിൽ എങ്ങനെ ഓടിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. വണ്ടി ഓടിക്കേണ്ടത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. അത് നമുക്കൊരു സെൻറ്ററിലൊരു ലൈൻ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ എഡ്ജിന്റെ ഇവിടെ ലൈൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഈ രണ്ട് ലൈനിന്റെയും അകത്തായിരിക്കണം നമ്മൾ ഓടിക്കേണ്ടത്. ഓക്കെ, നമ്മൾ ഒരിക്കലും ആ ലൈന് കിടന്ന് അപ്പുറത്തോട്ട് പോകരുത്, ഈ എഡ്ജ് ലൈനിന്റെ അങ്ങോട്ടും പോകരുത്. ഈ രണ്ട് ലൈന് നിങ്ങൾ നന്നായി മനസ്സിലാക്കണം. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ഓടിക്കുക. ഏകദേശം സെൻട്രൽ ലൈനിന്റെ അടുത്തേക്ക് പോയിട്ടില്ലെങ്കിൽ കൂടി നമ്മൾ ഈ എഡ്ജ് ലൈനിന്റെ ചാരി ഓടിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ എഡ്ജ് ലൈനിന്റെ അല്ലെങ്കിൽ ഈ രണ്ട് ലൈനിന്റെ സെന്റർ കൂടി ഓടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇനി വണ്ടികൾ ഉണ്ടായിരിക്കും, പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ എഡ്ജിലെ ലൈൻ ഉണ്ടായിരിക്കും, ആ ലൈനിന്റെ അതുവരെ പോകാൻ പാടുള്ളൂ. എഡ്ജിലോട്ട് ഇറങ്ങരുത്, ഒരിക്കലും എഡ്ജിലോട്ട് ഇറങ്ങരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എഡ്ജിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കൺട്രോൾ കിട്ടിയെന്ന് വരില്ല. അതേപോലെ തന്നെ അപ്പുറത്തെ ലൈനിലോട്ട് പോണത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓവർടേക്കിംഗ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മൾ പോകും. ഇനി സ്റ്റിയറിംഗ് നമ്മൾ എങ്ങനെ പിടിക്കണം? സ്റ്റിയറിംഗ് എപ്പോഴും പറയുന്നത് നമ്മൾ ചെസ്സിനോട് നേരെ, ഓക്കെ, ചെസ്സിനോട് നേരെ പിടിക്കണം എന്നാണ് പറയാ. തിരിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ എപ്പോഴും ഇത് അയച്ചു പിടിക്കുക, ടൈറ്റ് ചെയ്ത് ഇങ്ങനെ പിടിക്കരുത്, എപ്പോഴും അയച്ചു പിടിക്കുക. ഓക്കെ, ഞാൻ രണ്ടാമത്തെ ഗിയറിലോട്ട് മാറ്റാൻ പോവുകയാണ്. അപ്പൊ ഞാൻ ആക്സിലേറ്ററിൽ നിന്ന് മെല്ലെ കാലെടുത്തു, അതിനുശേഷം ക്ലച്ച് ഫുള്ള് ചവിട്ടി, അതിനുശേഷം സെക്കൻഡിലോട്ട് മാറ്റി. ഓക്കെ, എന്നിട്ട് ക്ലച്ചിൽ നിന്ന് വേഗം കാലെടുക്കുക. നമുക്ക് വണ്ടി റണ്ണിങ്ങിലാണെങ്കിൽ ക്ലച്ചിൽ നിന്ന് വേഗം കാലെടുക്കുക, അതിന് കുഴപ്പമൊന്നുമില്ല. സ്റ്റാർട്ടിങ്ങിന് മാത്രമേ ഉള്ളൂ പതുക്കെ എടുക്കേണ്ട ആവശ്യകതയുള്ളൂ. ക്ലച്ചിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലേറ്റർ കൊടുക്കാം. ഓക്കെ ആണല്ലോ. ഇപ്പൊ ഇതാ സെക്കൻഡിലോട്ട് ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. അടുത്ത് ഞാൻ തേർഡിലോട്ട് ഇടാൻ പോവാണ്. അപ്പൊ ആക്സിലേറ്റർ ഞാൻ കൊടുത്തു ലേശം കൂടി. ഓക്കെ, ഞാൻ ഈ തേർഡിലോട്ട് ഇടാൻ പോവാണ്. ഓക്കെ, ക്ലച്ച് ഫുള്ള് ചവിട്ടി, ആക്സിലേറ്റർ ഞാൻ കാലെടുത്ത് ക്ലച്ച് ചവിട്ടി തേർഡിലോട്ട് ചേഞ്ച് ചെയ്യും. ഇപ്പൊ തേർഡിലാണ് പോകുന്നത്. തേർഡിന് സെയിം പ്രോസസ് തന്നെയാണ്, ക്ലച്ചിൽ നിന്ന് കാലെടുക്കുക, ആക്സിലേറ്റർ കൊടുക്കുക. ഈ പ്രോസസ്സിന് മാറ്റൊന്നുമില്ല. അപ്പൊ അതേപോലെ തന്നെ ഓടിക്കാൻ നോക്കുക. ഇനി നമുക്ക് ഫോർത്തിലോട്ട് ഗിയർ ഇടണം, അല്ലെങ്കിൽ ഫോർത്തിലോട്ട് മാറ്റണം. എന്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ ഫോർത്തിലോട്ട് മാറ്റുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആക്സിലേറ്ററിന് കാലെടുക്കുക, ക്ലച്ച് കംപ്ലീറ്റ് ചവിട്ടുക, അതിനുശേഷം എന്ത് ചെയ്യുക, ഫോർത്തിലോട്ട് ഇടുക. ഗിയറിലൊന്നും വലിയ ബലം പിടിക്കരുത്, കൂളായിട്ട് ഇട്ടാൽ മതി എപ്പോഴും. ഇനി നമ്മൾ തിരിക്കണ സമയത്ത് എങ്ങനെ തിരിച്ചു കൊടുക്കണം എന്നുള്ളത് നമുക്ക് എപ്പോഴും സ്റ്റിയറിംഗ് കൺട്രോൾ വരാനാണ് കുറച്ച് താമസം പിടിക്കുക. ബാക്കിയുള്ളതൊക്കെ എന്തായിരിക്കും, എളുപ്പമായിരിക്കും. ഗിയർ മാറ്റിലൊക്കെ വേഗം മനസ്സിലാവും. പക്ഷെ ഈ സ്റ്റിയറിംഗ് കൺട്രോളിംഗ് ആണ് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളെ എഫക്ട് ചെയ്യുക അല്ലെങ്കിൽ ബാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, മാക്സിമം എന്ത് ചെയ്യുക, സ്റ്റിയറിംഗ് കൺട്രോൾ പെട്ടെന്ന് തന്നെ വരുത്താൻ നോക്കുക. അതെന്ത് ചെയ്യുക, അതിനുള്ളിൽ തന്നെ ഓടിക്കാൻ നോക്കുക. ഓക്കെ, ഇപ്പൊ ഇൻ കേസ് വണ്ടി അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പോസിറ്റ് മെല്ലെ ഓടിച്ചു കൊടുക്കുക. ഇങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ചെറുതായിട്ട് അങ്ങോട്ട് ഓടിക്കുക. ഓടിച്ചു കഴിഞ്ഞിട്ട് ലെവലാക്കണം. ഓക്കെ ആണല്ലോ, ഓടിച്ചു കഴിഞ്ഞിട്ട് ലെവലാക്കണം. ഓടിച്ചു കഴിഞ്ഞിട്ട് ലെവലാക്കാതിരിക്കരുത്. കാരണം എങ്ങോട്ടാണ് ഓടിച്ചത്, ഇപ്പൊ ഇങ്ങോട്ട് വണ്ടി പോവാണ്, അപ്പൊ ഞാൻ ഇങ്ങോട്ട് ഓടിക്കുകയാണ്, ഓടിച്ചു. ഇനി ഒടിഞ്ഞു കഴിഞ്ഞാൽ ലെവലാക്കാം. ഓക്കെ, മനസ്സിലായോ? അങ്ങനെ ക്ലിയർ ചെയ്ത് പഠിച്ചാൽ കറക്റ്റ് ആയിട്ട് സ്റ്റിയറിംഗ് ബാലൻസ് പെട്ടെന്ന് തന്നെ വരും. ഏത് ഭാഗത്തേക്കാ പോകുന്ന വെച്ചാൽ അതിന് ഓപ്പോസിറ്റ് ഒടിച്ച് തിരിഞ്ഞു കഴിഞ്ഞാൽ ലെവലാക്കാം. ഓക്കെ, മാരേജ് കറക്റ്റ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ സ്റ്റിയറിംഗ് കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഏത് വണ്ടിയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ആംബിൾ ഉണ്ടായിരിക്കും, അത് നേരെയാണെങ്കിൽ വണ്ടി സ്ട്രൈറ്റ് ആയിരിക്കും എന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. ഓരോ ഗിയർ ഇട്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഇനി നമ്മൾ ഡൗൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഡൗൺ ചെയ്യാന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ ഫോർത്ത് ഗിയറിൽ കിടക്കണം, ഡൗൺ ചെയ്യാണ്. ഞാൻ ആക്സിലേറ്ററിന് കാലെടുത്തു, ക്ലച്ച് ഫുള്ള് ചവിട്ടി തേർഡിലോട്ട്. എന്നിട്ട് ക്ലച്ചിന് കാലെടുക്കുക, ആക്സിലേറ്റർ മെല്ലെ കൊടുക്കും. ഇനി അതേപോലെ സെക്കൻഡ് ആണ് എന്ത് ചെയ്യുക, സെക്കൻഡിലോട്ട് വരിക. ഇതേപോലെ തന്നെ പ്രോസസ്സിന് ഒരു മാറ്റമല്ല. അപ്പൊ എന്ത് ചെയ്യുക, എങ്ങനെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളെ ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് പറ്റുന്ന വെച്ചാൽ ഒഴിഞ്ഞൊരു സ്ഥലത്തോ എവിടെയാണ് നിങ്ങൾക്ക് പറ്റുന്ന വെച്ചാൽ അവിടെ എന്ത് ചെയ്യുക, ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. ഇനി നിർത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഇൻഡിക്കേറ്റർ ഇടുക, ഇടത്ത് ഭാഗത്തോടെ ഇൻഡിക്കേറ്റർ ഇടുക. അതിനുശേഷം എന്ത് ചെയ്യുക, കറക്റ്റ് നല്ലൊരു പ്ലേസ് നോക്കി ക്ലിയർ ചെയ്ത് നിർത്താൻ ശ്രമിക്കുക, ലെവലാക്കി നിർത്തുക. ക്ലച്ച് ഫുള്ള് ചവിട്ടണേ, ക്ലച്ച് ഫുള്ള് ചവിട്ടി ബ്രേക്ക്
നമ്മൾ നിർത്താൻ പോകുമ്പോൾ എന്ത് ചെയ്യുക, ബ്രേക്കിലോട്ട് ആദ്യം കാല് വെക്കുക. അതിന് ഫുള്ള് ചവിട്ടരുത്, ബ്രേക്കിലോട്ട് പതുക്കെ കാല് വെക്കുക. ക്ലച്ച് ഫുള്ള് ചവിട്ടി എന്ത് ചെയ്യുക, ബ്രേക്ക് സാവധാനം ചവിട്ടി നമുക്ക് നിർത്തേണ്ട പൊസിഷൻ എത്തിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ചവിട്ടും. നമ്മളിപ്പോ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ സ്പീഡിനനുസരിച്ച് എന്ത് ചെയ്യുക, ഗിയർ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. സ്പീഡ് കുറയുമ്പോൾ എന്ത് ചെയ്യുക, ഗിയർ ഡൗൺ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ പഠിക്കുക. ഇനി ഗിയർ ഡൗൺ ചെയ്യേണ്ട ഒരു വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ പറയാം. നമ്മൾ ഏകദേശം മാക്സിമം അതിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഗിയർ ഡൗണിങ് നമുക്ക് ഓരോ സ്പീഡിനനുസരിച്ച് ഇപ്പോൾ ട്രാഫിക് വരുമ്പോൾ അതിനുള്ള കണ്ടീഷൻസ് ഒക്കെ ചെറുതായിട്ട് മാറ്റേണ്ടായിരിക്കും. നമ്മൾ സ്പീഡ് ഒന്ന് കുറച്ച് വരണം. ഓക്കെ, സെക്കൻഡിലേക്ക് വരണം. ചില സമയത്ത് ഫസ്റ്റിലോട്ട് തന്നെ വരണം. ഓക്കെ, നല്ല സ്പീഡ് കുറയുന്ന സമയത്ത് ഫസ്റ്റിലോട്ട് വരണം. ഈ വണ്ടി നിർത്തേണ്ട കണ്ടീഷൻ വരികയാണെങ്കിൽ നിർത്തിയെടുക്കുമ്പോൾ ഫസ്റ്റിലോട്ട് വരണം. ഓക്കെ, ഇതിന്റെ ഒരു കണ്ടീഷൻസ് ആയിട്ട് വരും. സോ അങ്ങനത്തെ എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ എല്ലാവർക്കും ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.